ബാക്ക് ടു എക്സാം വിന്നർ ഫാമിലി. സാധാരണ മിസ് നിങ്ങളോട് പഠിക്കാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ടായിരിക്കും സാധാരണ വീഡിയോ ചെയ്യാറല്ലേ, നിങ്ങളെ സ്റ്റഡി അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒന്നുമല്ല. ഇത് പഠിക്കുക, അത് പഠിക്കുക, പഠിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനോ അങ്ങനത്തെ ഒന്നുമല്ല പറയുന്നത്. ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ ലൈഫിൽ ചില ആൾക്കാരുടെ ലൈഫ്, നിങ്ങളെന്നല്ല ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ലൈഫിൽ കുറച്ച് ആൾക്കാരുടെ ലൈഫ് കണ്ടിട്ട് നമ്മളിങ്ങനെ അഡ്മയർ ചെയ്ത് നിൽക്കാറുണ്ട് അല്ലേ. അവരുടെ ലൈഫ് അതൊന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ആകാം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ആകാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന സ്റ്റേറ്റസ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യും. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുടെ ജീവിതം ഉണ്ടല്ലേ. ഒന്നെങ്കിൽ അത് നമ്മൾ ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാകാം. ഇപ്പോൾ വിരാട് കോഹ്ലി ആവാം, അല്ലെങ്കിൽ MS ധോണി ആകാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, അങ്ങനെ ഒരുപാട് പേര്, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. നമ്മുടെ ചുറ്റും ഇപ്പോൾ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ലൈഫ്, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ, അങ്ങനെ ഒരുപാട് പേരുടെ ലൈഫ് കണ്ട് നമ്മളിങ്ങനെ വെള്ളം ഇറക്കി വാ പൊളിച്ച് നോക്കിയിരിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് താനും ബാക്കിയുള്ളവരും അവരെ നമ്മളെങ്ങനെയാണോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, അവരുടെ ലൈഫ് കണ്ടിങ്ങനെ അസൂയപ്പെടുന്നത്, അതുപോലെ നമ്മുടെ ലൈഫ് കണ്ടിട്ടും ആൾക്കാർ നമ്മളെയും അങ്ങനെ ആൾക്കാർ കാണണമെന്ന് ചിന്തിക്കാറില്ലേ? ഞാൻ ചിന്തിക്കാറുണ്ട്, നിങ്ങളും ചിന്തിക്കാറുണ്ട്. അത് നമുക്ക് എതിരില്ലാതെ നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൽ അങ്ങോട്ടും എതിരഭിപ്രായമൊന്നുമില്ല. നിങ്ങളും ചിന്തിക്കുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ മിസ്സും ചിന്തിക്കുന്നുണ്ട്. പല ആൾക്കാരുടെ ലൈഫുണ്ട്, എന്നാ കിടിലൻ ലൈഫാ, അതുപോലെ ഒരു ലൈഫ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷെ അങ്ങനെയൊക്കെ ആവണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടുന്ന സുഖമൊന്നും കിട്ടാണ്ടിരിക്കില്ലേ. അതായത് ഇപ്പം എങ്ങനെയാ, നിങ്ങൾക്കിപ്പോൾ ഫോണിൽ എത്ര വേണമെങ്കിലും കളിക്കുക, നിങ്ങൾക്ക് രാവിലെ എപ്പോഴെങ്കിലും എഴുന്നേക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പഠിക്കാം, നിങ്ങൾക്ക് തോന്നുന്ന സമയങ്ങളിൽ പഠിക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ ഇവർ ആഗ്രഹിക്കുന്ന, പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെ കണ്ടിപ്പോൾ വിരാട് കോഹ്ലിനെ പോലെയൊക്കെ ഒരു ലൈഫ് വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണം, ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യണം, കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ കംഫർട്ട് സോൺ അങ്ങ് പോയിപ്പോവും എന്നുള്ളൊരു പേടിയോ അല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം നമ്മളെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പലർക്കും പണിയെടുക്കാൻ അങ്ങ് പറ്റുന്നില്ല. പക്ഷെ ആഗ്രഹം കൊണ്ട് കുറേ കാലം നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ മിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം വലിയ പണി എടുക്കാതെ, വലിയ മേലനങ്ങാതെ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാൻ, നിങ്ങൾക്ക് ആദ്യം മാറാനാണ് പ്രയാസം അല്ലേ. എപ്പോഴും നിങ്ങൾ പലരും ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ, ഞാൻ ഇനി മുതൽ ഞാനൊരു പുതിയ ഞാനാണ്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുകയാണ്, അപ്പം ഇനി മുതൽ ഞാൻ പഴയ ആളല്ല, പുതിയ ഞാനെന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷെ വീണ്ടും നേരെ റിപ്പീറ്റ് അടിച്ച് ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. അപ്പം മാറ്റത്തിനോട് പലപ്പോഴും റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ റെസിസ്റ്റ് ചെയ്യുമോ, മാറാൻ അത്രയങ്ങ് സുഖമില്ല, ഇതിപ്പോൾ മാറുന്ന സമയത്ത് ആ പഴയ സുഖമൊന്നും കിട്ടുന്നില്ല എന്നുള്ള ലെവലിൽ വീണ്ടും ആ പഴയതിലേക്ക് ചെന്ന് എത്തി നിൽക്കുന്ന ഒരവസ്ഥയല്ലേ. അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ ഇപ്പോൾ ഉള്ള നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് മുൻപായിട്ട്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പറയാം, മിസ്സിന് പറഞ്ഞു തരാനേ പറ്റും. നിങ്ങളടുത്ത് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഈ ലോകത്ത് ആർക്കും നമ്മളോട് പറഞ്ഞു തരാനേ പറ്റും. നീ അങ്ങനെ ചെയ്ത് നോക്ക്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അങ്ങനെ ആ ഡ്യൂട്ടി ചെയ്യാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ നമ്മൾ പിന്നെ ലൈഫിൽ നമുക്കൊന്നും കിട്ടൂല. നമ്മുടെ ലൈഫ് ഇങ്ങനെ ആ സ്വപ്നങ്ങളും ഇങ്ങനെ കൊണ്ട് നടന്ന് വെറുതെ അങ്ങ് അവസാനിച്ച് പോണ പോലെ ഇപ്പോൾ എന്തിനോ വേണ്ടി ജനിച്ച് കുറേ സ്വപ്നങ്ങളും നെയ്ത് കൂട്ടി ആ സ്വപ്നങ്ങളും കൊണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് വിട പറയേണ്ട അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി ആരാണ് ചെയ്യേണ്ടത്? നിങ്ങളാണ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെക്കുക. ഇപ്പം ഞാൻ പഠിക്കാൻ പറഞ്ഞാലും പറയാനേ പറ്റൂ, പഠിക്കുക എന്നുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്ന പോലെ. ഓക്കെ, പിന്നെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഹെർക്കുലിയൻ ടാസ്കുകളൊന്നുമല്ല, ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതിലൊന്നും ഒരു മാറ്റം വരുത്തണ്ട, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ,
അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സുഖങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ സാധാരണ നിങ്ങൾ എന്താണോ ഓരോ ദിവസം ചെയ്യണത് അതന്നെ ചെയ്താൽ മതി. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ, ആ കുഞ്ഞു കാര്യങ്ങൾ, മിസ്സിന് ഈ കുഞ്ഞു കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ അവരൊക്കെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് ഒരാളെ ജീവിതത്തിൽ നിന്ന് എടുത്തല്ല, ഒരുപാട് പേരെ ജീവിതത്തിൽ നിന്ന് സിമ്പിളായിട്ട് അവർ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു. കാരണം നമുക്ക് അധികം മേലനങ്ങാതെയാണ് നമുക്ക് ശരിക്കും നമ്മളെ മാറ്റിയെടുക്കേണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ തരണം. കാരണം അങ്ങനെ തന്നാലേ നിങ്ങൾ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഭയങ്കര മല മറക്കണ പരിപാടിയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ പാതി വഴിക്ക് വെച്ച് നിർത്തി പോകും. ഒറ്റയടിക്കൊരു മാറ്റം സാധ്യമല്ല. നമുക്ക് മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് പയ്യെ മാറിയാലേ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലേ? പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുക. ആ 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക ആദ്യം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യം പലതും കേൾക്കുമ്പോൾ അയ്യേ ഇതോ എന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി കിടക്കണ പല കാര്യങ്ങളുമാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് നിങ്ങൾ സൺലൈറ്റ്, സൂര്യപ്രകാശം ഒന്ന് കൊള്ളുക എന്നുള്ളതാണ്. ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യം തന്നെയാണ്. ഈ രാവിലെ എണീറ്റ് നമ്മൾ സൺലൈറ്റ് കൊള്ളുന്ന സമയത്ത് നമ്മൾ എത്ര മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാലും അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ആപ്പ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഫോളോ ചെയ്താലും അതിനൊക്കെ തരാൻ പറ്റുന്നതിൻ്റെ ഇരട്ടി ഇമ്പാക്റ്റ് ഈ ഒരൊറ്റ കാര്യത്തിന് നിങ്ങളുടെ ലൈഫിൽ തരാൻ വേണ്ടി പറ്റും. ഇത് വെറുതെ പറയല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. കാരണം മിസ്സിന് ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരിക്കലും മിസ്സിന് കള്ളം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കത് സത്യമാണോ ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം ഞാൻ കള്ളം പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇത് എത്രത്തോളം സത്യമാണ് മിസ് പറയണമെന്നുള്ളത്. രാവിലെ എണീറ്റ് സൺലൈറ്റ് കൊള്ളുമ്പോൾ, രാവിലെ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 6 മണി മുതൽ ഒരു 10 മണി വരെ ഉള്ള അതിനുള്ളിലെ സൺലൈറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ എണീറ്റ് പുറത്തിറങ്ങിയിട്ട് ഒന്ന് സൂര്യനെ ഒന്ന് കണ്ട് വെറുതെ ഒരു ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്നോ, അല്ലെങ്കിൽ നടന്നോ, അല്ലെങ്കിൽ മുറ്റത്ത് കൂടെ 2 നടത്തം നടന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് രാവിലെ ഒന്ന് സൂര്യപ്രകാശം കൊള്ളുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ആവും, നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ കുഞ്ഞു കാര്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രാവിലെ എണീറ്റ് സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നുന്ന കാര്യം, പ്രത്യേകിച്ച് ഇക്കാലത്ത് രാവിലെ എണീറ്റ് ഫോൺ തൊടാതെ ഇരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന പരിപാടിയില്ല. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ കൈ നീട്ടുന്നത് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താണ് നെറ്റ് ഓണാക്കും, നമ്മുടെ സംഭവങ്ങളല്ലേ, നമുക്ക് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് വന്നതെന്നുള്ളത് നമ്മൾ നോക്കും. അവിടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, നിങ്ങൾ ഉറങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങി ഒന്ന് എണീറ്റ് നിങ്ങളുടെ മനസ്സൊന്ന് ശരിയായിട്ട് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു കോൺഷ്യസിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾ ഈ ഫോൺ എടുത്ത് കളിക്കുന്നത്. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഫോണ് നിങ്ങളുടെ മൈൻഡിനെ ഹൈജാക്ക് ചെയ്യാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ വിട്ടു കൊടുക്കരുത്. അതായത് ഫോൺ ഉപയോഗിക്കേണ്ടെന്നല്ല, രാവിലത്തെ 1 മണിക്കൂർ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക. ഫോൺ തൊടാതിരിക്കുക. ഭയങ്കര കൈയൊക്കെ ചിലപ്പോൾ വിറയ്ക്കും. നമ്മൾ സ്ഥിരമായിട്ട് മദ്യപാനം നടത്തുന്നവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കൈവറ എന്നൊക്കെ പറയുന്ന പ്രശ്നം പോലെ. അതൊക്കെ എന്താണ്, അതിൻ്റെ ബാഡ് ഹാബിറ്റ് ആണല്ലേ, അല്ലെങ്കിൽ ബാഡായിട്ടൊരു സൈഡ് എഫക്റ്റ് ആണ്. അപ്പം അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ത്വര വരും ഫോൺ എടുക്കാം. പക്ഷെ എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ നേരം, ഒറ്റ മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മൈൻഡിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു ദിവസത്തേക്കാൾ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചുകൂടെ എനർജറ്റിക് ആവും. നിങ്ങളൊരു ദിവസം തന്നെ ഡിസൈൻ ചെയ്യാൻ ഈ ഒരൊറ്റ ഹാബിറ്റ് കൊണ്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് യോഗയൊന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ പറയണം, ഇപ്പം അയ്യോ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാൻ, ഞാനിപ്പോൾ യോഗയൊന്നും പഠിച്ചിട്ടില്ല. ആരാ പറഞ്ഞ യോഗ ചെയ്യണമെന്ന്? യോഗ ചെയ്യാനല്ല മിസ് മെഡിറ്റേഷനിലൂടെ ഉദ്ദേശിച്ചത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കുക. ജസ്റ്റ് സിറ്റ് ഡൗൺ, ക്ലോസ് യുവർ ഐസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. ജസ്റ്റ് ഇരുന്നിട്ടില്ലേ, ശ്വാസം എടുക്കുക, വിടുക, എടുക്കുക, നിങ്ങളത് റിലീസ് ചെയ്യുക. ആ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്താൽ മതി.
അല്ലാതെ നമ്മൾ ആരും എന്തല്ല വലിയ വലിയ മുനിമാരോ അല്ലെങ്കിൽ ഭയങ്കര പ്രാക്ടീസ് ഉള്ള ആൾക്കാരോ ഒന്നും അല്ല. നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ മൈൻഡിനെ മെഡിറ്റേഷൻ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ അതിനിപ്പം നമ്മളെ കൊണ്ട് നടക്കണ പരിപാടിയല്ല. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ, വെറുതെ ഒന്ന് ഇരിക്കുക. ഒന്ന് രാവിലെ എണീറ്റ് നല്ല നട്ടലൊക്കെ നല്ല സ്പൈനലൊക്കെ നല്ല നിവർന്ന് ഇരുന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇരിക്കുക, കണ്ണടച്ചിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്വാസം എടുക്കുന്നതും റിലീസ് ചെയ്യുന്നതും മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ചിന്തകൾ വരും, സ്വാഭാവികം, മനുഷ്യരാണ്. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ചിന്തകൾ വന്നോ അതിൻ്റെ പുറകെ കുറേ നേരം പോകാണ്ട് വീണ്ടും അത് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അല്ലേ. ആ സമയത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പാക്റ്റ്, ആ ഒരു ദിവസത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെയെന്ന് അറിയണത് ഒരു 30 മിനിറ്റ് രാവിലെ എണീറ്റൊന്ന് നടക്കുക. 1 മണിക്കൂർ എന്തായാലും ഫോൺ എടുക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. വെറുതെ ഒന്ന് ഇറങ്ങി നടക്കുക, മുറ്റത്ത് കൂടെയോ അല്ലെങ്കിൽ റോഡിലൂടെയോ ഒന്ന് നടക്കുക രാവിലെ എണീച്ച്. അല്ലെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് സൺലൈറ്റ് കൊള്ളൂ അല്ലേ. ആ 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സൺലൈറ്റ് കൊള്ളാൻ വേണ്ടി പ്രത്യേകം സമയം ചിലവാക്കണ്ട. രാവിലെ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺലൈറ്റും കൊള്ളും, കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെയൊക്കെ ബോഡി മൂവ് ആവുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും, നമ്മുടെ വൈബ്, നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ തന്നെ എന്നല്ല, നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും? അപ്പോഴാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്. മിസ് ചെയ്യാറുണ്ട്, മിസ്സിനും സ്ട്രെസ്സൊക്കെ വരാറുണ്ട്. ആ സമയത്ത് മിസ് വെറുതെ ഇറങ്ങി നടക്കും. മിസ്സിൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ബീച്ചുണ്ട്, നല്ലൊരു സീനറിയൊക്കെ നല്ല അടിപൊളി ബീച്ചുണ്ട്. മിസ് അവിടെ പോയി ഇരിക്കാറുണ്ട്. ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇറങ്ങി നടന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് വരുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ ലെവലിലേക്ക് തന്നെ എത്തും. ഓക്കെ, അപ്പോൾ എണീറ്റ് നടക്കുക എന്ന് പറയുന്നത്, രാവിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നേച്ചുറൽ തെറാപ്പിയാണ്. നിങ്ങൾ എവിടെയും പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അതിനുകൊണ്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന നമ്മൾ സയൻസ് അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ട് കിടക്കുന്ന കാര്യമാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പലർക്കും നമ്മൾ വെള്ളം കുടിക്കണം, ഒരു 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം എന്നല്ലേ. അപ്പോൾ നിങ്ങൾ 2 to 3 അല്ലെ 2 to 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും നിങ്ങൾ ഡെയിലി കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1 ലിറ്ററിൻ്റെ കുപ്പി വാങ്ങി നിറച്ച് വെച്ചാൽ മതി. എന്നിട്ട് അത് എത്ര തവണ നിങ്ങൾ നിറയ്ക്കുന്നു എന്നുള്ളത് നോക്കിയാൽ പോരെ. ഇങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നിങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ആവും. അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ വൈസ് അല്ലേ, മെൻ്റലിയും നിങ്ങൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും, കാം ആവും, നിങ്ങൾ കൂളായിട്ട് നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ആവും, ഭയങ്കര പോസിറ്റീവ് ആവും. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ പലർക്കുണ്ട് ഒരു പണിയും ഉണ്ടാവില്ല, വെറുതെ വീട്ടിലിരിക്കുക, പക്ഷെ എന്നാലും ക്ഷീണം, ഒന്നും ചെയ്തില്ല, രാവിലെ എണീറ്റ് കുറേ നേരം വെറുതെ ഇരുന്നിട്ട് നല്ല ക്ഷീണം, പോയി കിടക്കട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബോഡി ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടല്ലേ. ആ ഒരു ടയേർഡ്നെസ് കുറയ്ക്കാൻ നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് വെള്ളം കുടിച്ച് നിങ്ങൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ സ്ട്രെസ്സ് കുറയുന്നതാണ്. കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നും, പക്ഷേ സൈക്കോളജി പ്രകാരം ഇതൊക്കെ പ്രൂൺ ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ പറയല്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും നമ്മളെ മെൻ്റൽ ഹെൽത്ത് വൈസ് ആണെങ്കിലും നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമാണ്, ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെയാണെന്ന് പറയുന്നത് ഒരു ഡെയിലി ഒരു 10 പേജ് വായിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും നിങ്ങൾ പലർക്കും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വായിച്ചു. ഞാൻ നിങ്ങളോട് ഒരിക്കലും പഠിക്കാനുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിട്ടിക്കോ അല്ലെങ്കിൽ നിരൂപണങ്ങളൊക്കെ എടുത്ത് വായിക്കണം എന്നൊന്നും അല്ല പറയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബാലരമെങ്കിലും എടുത്ത് വായിക്കും, നിങ്ങൾ എന്തെങ്കിലും കഥകളെങ്കിലും എടുത്ത് വായിക്കും. ഒരു 10 പേജ്, ഒരുപാടൊന്നും വായിക്കണ്ട. ഇപ്പോൾ മിസ്സിന് ഏതെങ്കിലും ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മിസ്സ് പറയും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് വായിച്ചാൽ ഭയങ്കര നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ഡെവലപ്പ് ചെയ്യുകയാണോ വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കഥകൾ വായിക്കാനാണോ ഇഷ്ടം, അത് വായിച്ചോ. അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നോവലോ അങ്ങനത്തെ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻസോ അങ്ങനത്തെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ബുക്ക് സെലക്ട് ചെയ്ത് ഒരു ഡെയിലി ഒരു 10 പേജ് വെച്ച് വായിക്കാൻ നോക്കുക. വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്താ അറിയോ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മിസ്സ് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, മിസ്സ് വായിക്കാറുമുണ്ട്.
മിസ്സിന് വായനയിലൂടെ മിസ്സിന് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നന്നായി വായിക്കുമ്പോൾ, നമ്മൾ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചിന്തേനെ വായന റീഡിങ് ഹാബിറ്റ് നമ്മുടെ ചിന്തേനെ ഭയങ്കരമായിട്ട് ഷാർപ്പൺ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചിന്താഗതിന് അത് ഭയങ്കര മൂർച്ചയുള്ളതാക്കും. നമ്മൾ ആൾക്കാരോട് നടത്തുന്ന നമ്മുടെ കോൺവെർസേഷൻസ് ഭയങ്കര ഡീപ്പറാക്കും. ഐ മീൻ നിങ്ങൾക്ക് ഭയങ്കര ആഴത്തിൽ ചെന്ന് ഇറങ്ങി സംസാരിക്കാനൊക്കെ പറ്റും. നമ്മൾ നന്നായിട്ട് നോളജ് ഉള്ളതുപോലെ നമുക്ക് ഒരാളോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ, കാഴ്ചപ്പാടുകൾ, അത് ഭയങ്കര വൈഡറായിട്ട് മാറും. നമുക്ക് ഭയങ്കര വലിയ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ചിന്താഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വായിക്കുന്നതിലൂടെ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബുക്ക് ഡെയിലി ഒരു 10 പേജ് വെച്ച് വായിക്കാൻ നിങ്ങൾ നോക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ റൂം വൃത്തിയാക്കുക. റൂം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് റൂം അടിച്ച് വാരി വൃത്തിയാക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ കിടന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കട്ടിലുണ്ടല്ലോ, നിങ്ങളുടെ ബെഡ്, അതൊന്ന് ശരിയാക്കിയാൽ മതി. ഓക്കെ, കാരണം പഠനങ്ങൾ പ്രകാരം നിങ്ങളുടെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു റൂമിനൊരിക്കലും നിങ്ങളെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആക്കും. നിങ്ങളുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ അത് അനുവദിക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വൃത്തിയില്ലാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ അത് അത്ര ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളല്ലേ, ഫോക്കസ് ആയിട്ട് നിങ്ങളുടെ റൂമിൽ ഇരുന്നിരിക്കും നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. നല്ല വൃത്തിയുള്ള റൂമുകൾ അല്ലേ, ടൈഡി റൂം ഫോർ 5 minutes ആണ്. നല്ല വൃത്തിയുള്ള റൂമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ചുകൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റൂം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഡെയിലി ജേർണലിങ് ചെയ്യുക. ജേർണലിങ് എന്ന് പറഞ്ഞാൽ എന്താ, എഴുതുക. നിങ്ങൾ ഡെയിലി എന്താ എഴുതാനാ, എനിക്കൊന്നുമില്ല എഴുതാൻ, രാവിലെ ഒന്നുമില്ല എഴുതാനെന്നാണെങ്കിൽ എന്തെങ്കിലും, അതായത് ഇപ്പോൾ ജേർണലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അന്ന് എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ അന്ന് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നാളത്തേക്ക് എന്നൊക്കെ ഉള്ളതാണ് ജേർണലിങ്ങിന് പറയുന്നത്. ഒന്നുമില്ല എഴുതാനെന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച് എഴുതിക്കുക. അല്ലെ എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴേ എഴുതി വെക്കാലോ. അപ്പോൾ അങ്ങനെയെങ്കിലും വെറുതെ എന്തെങ്കിലും ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളറിയാതെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് 9ാമത്തത് ഒരു ന്യൂ സ്കില്ല് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പൈസ കൊടുത്ത് കോഴ്സിന് ചേരണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല മിസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എനിക്ക് നിങ്ങൾക്ക് അത്ര അറിയില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചാനലുകളുണ്ടാവും. നമുക്ക് ഇംഗ്ലീഷ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ചാനലുകളുണ്ടാവും. അത് കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾക്കത് കേൾക്കാം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണോ, എഡിറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അങ്ങനെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടമാണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 30 minutes കൂടുതലൊന്നും കൊടുക്കുക, ഒരു അരമണിക്കൂർ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അവസാനത്തെ കാര്യമാണെന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി കിടക്കുന്നതിന് മുൻപ് അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ഒന്നുമില്ല പ്ലാൻ ചെയ്യാൻ, നാളെ രാവിലെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല എന്നാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് എഴുതുക, ജസ്റ്റ് ഞാൻ നാളെ രാവിലെ എനിക്ക് ഇത്ര ഗ്ലാസ് അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ഞാൻ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ ഇത്ര പേജ് ബുക്ക് വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ രാവിലെ എനിക്ക് നടക്കാൻ പോകും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതിയിടുക 3 കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് എഴുതാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ടാസ്കുകളാണെങ്കിൽ അത് എഴുതാം. കാരണം ഇങ്ങനെ ചെയ്യുന്നതിൽ, ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ നാളെ നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ ക്ലട്ടറിങ് നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. അതായത് ഒരു പർപ്പസിന് വേണ്ടി എഴുന്നേറ്റൊരു ഫീൽ ഉണ്ടാവും. എന്തിനോ വേണ്ടി രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങി എന്നാവില്ല. ഒരു പർപ്പസ് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 10 കാര്യങ്ങളാണ് മിസ്സിന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ 10 കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര മലമറിക്കുന്ന ഒരു ഹർക്കുലിയൻ ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ചിലപ്പോൾ ഈ 10 എണ്ണം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നില്ല. ഇതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ ചില ആൾക്കാർ ഇതൊക്കെ ഡെയിലി ഫോളോ ചെയ്യുന്നവരുണ്ടോ, ഇതിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചില കുട്ടികളെങ്കിലും ഡെയിലി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഇനി ഇതിൽ ഒന്നും ചെയ്യാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവില്ല. പിന്നീട് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്ത് തെറ്റായിപ്പോയി നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. പിന്നെ അതുപോലെ ഇത് 1 മാസമെങ്കിലും നിങ്ങൾ ചെയ്യണം എന്നാണ് മിസ്സിന് പറയാനുള്ളത്. ഇതൊരു ചാലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക, ഒരു 1 month ചാലഞ്ചായിട്ട്. പിന്നെ വെറുതെ നിങ്ങൾ ചാലഞ്ച് ഏറ്റെടുക്കാതെ നിങ്ങളിത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം
ചാലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുക. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, പലരും ചിലപ്പോൾ കമൻസിൽ വന്ന് പറയാം ഞാൻ ചാലഞ്ച് ഏറ്റെടുത്തു മിസ്സേ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെറുതെ കമൻറ്റ് ഇടല്ല വേണം. എനിക്ക് അങ്ങനെ ഒരു കമൻ്റ് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എടാ, നിങ്ങൾക്ക് ലൈഫിൽ പലരെയും പറ്റിക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫോണിൽ കളിക്കുകയായിരിക്കും, ആക്ച്വലി അമ്മേനെ പറ്റിക്കാം, ഫ്രണ്ട്സിനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ പരിപാടിയിൽ നിന്ന് സ്കിപ്പാവാം, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ പഠിക്കുന്നുണ്ട് മിസ് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിക്കാം. നിങ്ങൾക്ക് ആര് വേണമെങ്കിലും പറ്റിക്കാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ പറ്റിക്കരുത്. ഓക്കെ? എടാ, നിങ്ങളെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അതിൽ കാര്യമുള്ളത്? നിങ്ങളൊരു ചാലഞ്ച് ചെയ്യാമെന്ന് നിങ്ങൾ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇക്കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ അവിടെ മീനിങ് ഉള്ളത്? നിങ്ങളുടെ ലൈഫ് കൊണ്ട് എന്താ മീനിങ് ഉള്ളത്? എടാ, നമ്മുടെ ലൈഫിൽ നമ്മുടെ മനസ്സിൻ്റെ സൈക്കോളജി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലരും കേൾക്കാത്തവരോട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് നമ്മുടെ കോൺഷ്യസ് ആയിട്ട് നമ്മളിങ്ങനെ ഉണർന്നിരിക്കുന്ന നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള സാധനമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ആ സാധനം ഒന്ന് എഴുന്നേറ്റാലുണ്ടല്ലോ പിന്നെ ലൈഫിലെല്ലാം പോസിബിളാണ്. അതിനെ ഉണർത്തിയിട്ടുള്ളവരാണ് നമ്മൾ ലൈഫിൽ പലപ്പോഴും ഈ നിങ്ങൾ കാണുന്ന മാതിരി വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ലോകത്തിലെ ലെജൻഡ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പവർ അവർക്ക് കറക്റ്റ് അറിയാം. ആ പവർ അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവർ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് ടിപ്സാണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി വിത്തും വെള്ളം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ? അത് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം ഈ ചാലഞ്ച് ഏറ്റെടുക്കുക. അല്ലാതെ വെറുതെ എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ ചാലഞ്ച് ഏറ്റെടുക്കാൻ ആര് തയ്യാറെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കമന്റ് ഇടാനാണെങ്കിൽ നിങ്ങൾ ചാലഞ്ച് ഏറ്റെടുക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ പറയില്ല. പക്ഷേ പകരം നിങ്ങളെ ലൈഫിൽ മാറ്റം വേണം. നിങ്ങൾക്ക് ലൈഫിൽ ഇങ്ങനെ നിന്നാൽ പോരാ. മുന്നോട്ട് ഇറങ്ങി മറ്റുള്ളവരുടെ ജീവിതം കണ്ട് ഇങ്ങനെ അസൂയപ്പെട്ട് ജീവിച്ചാൽ പോരാ എല്ലാ കാലവും. എൻ്റെ ജീവിതം കണ്ട് അസൂയപ്പെടാൻ ഒരുപാട് വരുന്ന ലെവലിലേക്ക് നിങ്ങളെ ജീവിതം നിങ്ങൾക്ക് പടുത്തുയർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ചാലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ കംഫർട്ട് സോണിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെയുള്ളവർ മാത്രം ഈ ചാലഞ്ച് ഏറ്റെടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരിക്കലും നിങ്ങളെ പറ്റിക്കരുത്. കാരണം നിങ്ങളൊരു കാര്യം പറഞ്ഞ് അത് ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ അതിലേക്കാണ് ഇൻജക്റ്റ് ആവുന്നത്. അപ്പം നിങ്ങളൊരു മടിയനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മടിയത്തിയാണ് എന്നുള്ളൊരു ഫീല് സബ് കോൺഷ്യസ് മൈൻഡിന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആക്റ്റീവായിട്ട് പണിയെടുക്കണം എന്ന് വിചാരിച്ചാലും ഈ സാധനം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന്. അത് പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ട് ലോക്ക് ചെയ്തിടും. അപ്പം അതിന് ഇനി അനുവദിക്കരുത്. ഇതെങ്കിലും നിങ്ങൾ ചെയ്യാൻ, അതായത് വലിയ ടാസ്ക് ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മല മറയ്ക്കണ ഒരു പരിപാടി മിസ് ഈ 10 ടിപ്സിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ടിപ്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ എവിടെ എത്തൂല. ഞാൻ വെറുതെ പറയല്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് നിങ്ങൾ ശ്രമിച്ചാൽ ലൈഫിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും ഷുഗർ കോട്ട് ചെയ്ത വാക്കുകൾ എനിക്ക് പറയാം നിങ്ങളോട്. പക്ഷെ അതല്ല റിയാലിറ്റി. നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യം. നിങ്ങൾ ഒരു പണിയെടുക്കാൻ തയ്യാറല്ല, ഒരല്പം പോലും നിങ്ങൾ ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് മൂവ് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആർക്കും നിങ്ങൾ രക്ഷിക്കാൻ പറ്റില്ല. ലൈഫിൽ ഒരാൾക്കും രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനോ വേണ്ടി ജനിച്ച് എന്തിനോ വേണ്ടി അല്ലെങ്കിൽ മരിച്ചൊരവസ്ഥയായിരിക്കും. അങ്ങനെ ആവരുത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറയാൻ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണം. ഞാൻ എന്തിനു ജനിച്ച് എന്ത് ചെയ്തു എന്നെങ്കിലും നിങ്ങളോട് ചോദിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ആൻസർ ഉണ്ടാവണം. ലൈക്ക് ഇപ്പോൾ ഞാനൊരു വീട് വെച്ചു, ഞാൻ എൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കി, എൻ്റെ ഫാമിലി സ്റ്റാറ്റസ് ഞാൻ ഉയർത്തി, എൻ്റെ കൂടെയുള്ള ആൾക്കാർ, എൻ്റെ അച്ഛനെ അമ്മനെ, എൻ്റെ ഫാമിലീനെ ഞാൻ സേഫാക്കി, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബത്തിലെ ദാരിദ്ര്യത്തെ ഞാൻ മാറ്റി. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആൻസർ ഉണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ പഠിച്ച് നല്ല A+ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല മാർക്കോടെയാണ് ഞാൻ പാസ്സായത്. അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് പറയാനായിട്ട് ഉണ്ടാവണം. അതിന് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നടക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. വെറുതെ ജനിച്ച് വെറുതെ മരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും ഇങ്ങനെ ബാക്ക് സീറ്റിൽ ഇട്ടുകൊണ്ട് അതും ചുമന്ന് ഇങ്ങനെ പോവാം, എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുക. അങ്ങനെ ആവരുത്. ഒരുപാട് പേര് അല്ലെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് നോക്കുന്ന പ്രൊഫഷനിൽ തന്നെ നിങ്ങളെത്തി നല്ലൊരു ലൈഫ് തന്നെ നിങ്ങൾ ഗൈഡ് ചെയ്യണം എന്നാണ് മിസ്സിൻ്റെ ആഗ്രഹം.
ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മിസ് ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ എത്ര പേര് സിൻസിയറായിട്ട് ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ളത് കമൻസിൽ പറയുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നമ്മുടെ കൊമേഴ്സിൻ്റെ പേജും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. exam__ വിന്നർ കൊമേഴ്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്തവർ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻസിൽ തീർച്ചയായിട്ടും പറയണം എത്ര സിൻസിയറായിട്ട് എത്ര പേര് ലൈഫിൽ മുന്നേറാൻ റെഡിയാണെന്നുള്ളത് ആ കമൻസ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ നേരത്തെ ഷെയർ ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് രക്ഷപ്പെട്ട, നിങ്ങൾ ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്ന അവസ്ഥ, നിങ്ങൾ ഭയങ്കര സെൽഫിഷ് ആവരുത്. ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ ഉള്ളവരെയും നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ചുയർത്തണം, നമ്മൾ വളരുന്നതിനോടൊപ്പം. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാനുള്ളൂ മിസ്സിന്. നിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും ഈ വീഡിയോ എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ലേണിംഗ്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.